ഉമ്മ ഒരു 120 രൂപ പറഞ്ഞേ. ഫിഷ് ഫുഡ് തീർന്ന്. ഇവിടെ പുട്ടോടി മാറിയിട്ട് വരാ. പുട്ടിന്റെ വാപ്പാ കൊണ്ട് വരാ. എന്തോന്ന്? എന്ത് മീൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. നീ നിനക്കറിയുന്ന കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞാൽ മതി കേട്ടാ. ഞാനും കുറെ മീനുണ്ടാക്കിയിട്ടുള്ളതാണ്. അല്ല നിന്റെ ഈ കടുവിന്റെ അത്രയുള്ള ഗപ്പിയൊന്നും അല്ല. ഓ നീ ഇത്രയുള്ള കൊമ്പസാനം വളർത്തിയൊന്ന് പോടേ. മരിച്ചു വാപ്പേ പറഞ്ഞു. പിന്നെ എന്റെ മീനെ പറഞ്ഞിട്ടല്ലേ ഒരു സൗകര്യം തരൂലല്ലോ ഈ പിള്ളേര്. അതൊക്കെ ആശ്രയാലും ഒരു ഒച്ച പോലെ പുറത്ത് കേൾക്കൂലല്ലോ. എന്നെ കടിച്ചു കയറുന്നത് ആശ്ര നിന്റെ ഷർട്ടാണോ എനിക്ക് തരാൻ? അവളെന്നെ ഇപ്പൊ തിരിഞ്ഞു നോക്കും. നോക്കിയോ നീ കിടന്ന് അലറിയ പോലെ അവളിനെ തിരിഞ്ഞു നോക്കത്തില്ല ആശ്രയ. തിരിഞ്ഞു നോക്കാൻ വേണ്ടി മാത്രം എന്ത് ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ള? അവളെ നോക്കുന്ന 150 ആണുങ്ങൾ ഒരാൾ മാത്രമാണ് നീ. ഒരാൾ അതിനൊക്കറിയാം. 150 പേരാ എന്റെ നിർഗുണമേ. അതൊരു അതിശോക്തി പറഞ്ഞ് അതിക്കേറി പിടിക്കല്ലേ ആശ്രയ. അവള് നിന്നെ നോക്കാൻ വേണ്ടി മാത്രം എന്തെങ്കിലും കഴിവുണ്ടോ? എന്തെങ്കിലും ഒരു കഴിവ് നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളൊക്കെ പുറത്തെടുത്ത് അത് വികസിപ്പിച്ച് ആർജവമുള്ള ഒരു യുവജനതയായി നിങ്ങൾ മാറണം. നമ്മുടെ പ്രിയങ്കരനായ അബ്ദുൽ കലാം സാർ പറഞ്ഞതുപോലെ നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല. നീ ഇങ്ങനെ പാമ്പ് ഇണഞ്ഞിരുന്നെങ്കിൽ നിൽക്കാതെ പോയി ഇഷ്ടമാണെന്ന് പറയടാ. അല്ലേ ഞാൻ എങ്ങനെയാ ഒറ്റയ്ക്ക് പോയി ഇഷ്ടം പറയുന്നത്? ഒറ്റയ്ക്കാ? ഓ എടാ ഞാനില്ലേ. കണ്ടോ അല്ലേ? വേണ്ട, ശരിയാവൂല. നല്ല അവസരം ക്ലൈമറ്റ് ശരിയല്ല. അതുപോലെ എന്റെ മൂഡ് ശരിയല്ല. അളിയ നീ എന്നെ ഒറ്റയ്ക്കാക്കി എന്റെ കൂടെ വന്നാണ്. അതൊക്കെ പിന്നെ നടക്കും. എടാ നിനക്ക് ഇഷ്ടമാണെന്ന് അങ്ങനെ അവൾ അറിഞ്ഞോണ്ടല്ലേ അവള് സ്പോട്ടിൽ ആത്മഹത്യ ചെയ്യും. അത് വേണോ നിനക്ക്? വേണ്ട, എനിക്കത്. അതുകൊണ്ട് പറ്റാത്ത പണിക്ക് എന്റെ മോൻ പോവണ്ട. അവൾ താരിഷ്ടമാണെന്ന് പറഞ്ഞാലും അവൾ അപ്പൊ പോയി ഓഫീസിൽ പറയുന്നുണ്ട് കേട്ടാ. അത് മാത്രമല്ല അളിയാ, അവളെ ചേട്ടന്മാരെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഇടി ഇടിക്കുന്നില്ല, ഇടിച്ച് മെഴുകിപ്പിക്കും. നീ കണ്ടോ? കണ്ടിട്ടില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്. സത്യം. ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ഇടിയുള്ളൂ. നീ എൻ്റെ കൂടെ കാണത്തില്ലേ? ഈ ഇടിക്കേസിലൊക്കെ ഞാൻ വേണോ ആശ്രേ? അല്ലെങ്കിൽ എപ്പോഴും ഞാൻ കൂടെ കാണുന്നല്ലേ പറയുന്ന? ഞാൻ അല്ലാതെ പിന്നെ ആരടാ? ഇത് കിട്ടാനാ. കുറച്ച് പ്രധാനപ്പെട്ട അറിയിപ്പുകളുണ്ട്. ഹയർ സെക്കൻഡറി ബ്ലോക്കിലെ കുറച്ച് കുട്ടികൾ ബ്രേക്കിന് ശേഷവും വരാന്തയിലും ഗ്രൗണ്ടിലും ഒക്കെ കറങ്ങി നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇനി അങ്ങനെ ഉണ്ടായാൽ കർശനമായ നടപടി സ്വീകരിക്കുന്നതായിരിക്കും. റൊമാൻറ്റിക് നോട്ടായിരിക്കും അല്ലേ? എന്നാ അതല്ല, നീ ഇങ്ങനെ അവളെ നോക്കിക്കൊണ്ടിരുന്ന നിന്നെ അവൾ നോക്കത്ത് പോലും ഇല്ല. അവക്ക് പറ്റിയ പയ്യനല്ല നീ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിൽ സൗഹൃദം ഉണ്ടാവുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ചില സൗഹൃദങ്ങൾ അതിര് വിടുന്നതായിട്ട് ടീച്ചേഴ്സിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആരും ബഹളം വെക്കണ്ട. നിന്റെ ലൈനല്ലേ കൊണ്ടുപോണ്? ഇനിയിപ്പോ എന്തെയോടാ? അതിപ്പോ ഞാനും കൂടെ വീഴട്ടാ. എന്തിന്? അപ്പൊ നിങ്ങൾ എന്നെ അവളെടുത്തോണ്ട് ഇരുത്തിയാ മതി. അതാണ് എന്നാ ഈ വീണു. 1 2 3 അജിൻ തലയിറങ്ങി വീണ്. അവനെ അവിടെ കൊണ്ടിരുത്ത്.
ആഷ്നയുടെ അടുത്ത് തന്നെ കൊണ്ടിരുത്തണം. എല്ലാരും കൂടെ എവിടെ പോവാടാ? അയ്യോ എവിടെയാടാ തടവുന്ന? ഞാൻ ജംഗു കാർമിലൊക്കെ ഉണ്ടെന്ന് പറയണേ. പ്രതിജ്ഞ. ഇന്ത്യ എന്റെ രാജ്യമാണ്. വെള്ളം കുടിച്ചോ? ഇല്ല വെള്ളം കുടിച്ചോ. ഞാൻ അജിൻ. തരില്ല. ആക്ച്വലി ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. പിന്നെ ഇന്ന് എന്ത് പറ്റിയാ എന്തോ. അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ ജീവിതത്തിൽ 2 തവണ വീണിട്ടുള്ളൂ. ഒന്നിപ്പോ അസംബ്ലിയിലും പിന്നൊന്ന് ജയ് ഹിന്ദ്. ആഷ്ന 2 പെൻസിലുണ്ടോ? താങ്ക്സ്. ആഷ്ന 2 പേനയുണ്ടോ? 2 പ്രൊട്ടക്ടർ ഉണ്ടോ? ആഷ്നെ 2 കൊടയുണ്ടോ? ആഷ്ന 2 മൺവട്ടി ഉണ്ടോ? 2 പൊരിച്ചമീനുണ്ടോ? 2 ചേട്ടന്മാരുണ്ട്, വേണോടാ? വേണ്ട, എനിക്ക് ഒരെണ്ണം ഉണ്ട്. ആഹാ, നീ എവിടെ പോണ്ടോ? എന്താ നീ ആഷ്നയോട് കിടന്ന് കാലി തറ ഉറക്കില്ലല്ലടാ. നീയൊക്കെ രണ്ടോ A ഡിവിഷനിൽ പഠിക്കുന്ന അജിനെ പിടിച്ച് അടിച്ചാ? ഓ, അവൻ 2 ചോദിച്ചു 2 കൊടുത്ത്. എന്ത്? അവൻ ആരാന്നറിയോ? ഡേയ്, അവനാരായാലും നമുക്കെന്ത്? നിനക്കൊക്കെ അവന്റെ ചേട്ടൻ ആരാന്നറിയോ? എന്റെ ചേട്ടനാരാ? സിനിമ ആണല്ല. അതൊക്കെ പോട്ട്, അവന്റെ ചേട്ടന്റെ കൂട്ടുകാരൻ ആരാന്നറിയോ? തീർന്നടാ, നീയൊക്കെ തീർന്നു. ആരാണ് അടിച്ചത്? എന്റെ പെങ്ങളെ പറയണ ഇനി അടിക്കും ഞാൻ അവനാ. ആണോടാ? ഇല്ലെണ്ണ, സത്യമായിട്ട് എനിക്ക് അവളെ അറിയത്തൊന്നുമില്ല. അണ്ണനാണ് സത്യം. നീയൊക്കെ ഇവിടെ കൊണ്ട് നിർത്തിക്കാം. ഇനി അവനെ തൊട്ടാ നീ എന്തിനാടാ? നോക്കിക്കോ, അടിയണ്ണോ. തൊട്ട് നോക്കടാ, അപ്പ അറിയാ. എന്നാ തൊടു.